എസ്തേർ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതിന്റെ ശേഷം അഹശ്വേരോശ് രാജാവിന്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ചു കൽപ്പിച്ച വിധിയെയും ഓർത്തു. അപ്പോൾ രാജാവിന്റെ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത്, രാജാവിനു വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ. രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം. അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിച്ച് ശൂശൻ രാജധാനിയിലെ അന്തഃപുരത്തിൽ രാജാവിന്റെ ഷണ്ഡനായി അന്തഃപുരപാലകനായ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിനു വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ. രാജാവിന് ബോധിച്ച യുവതി വസ്തുയ്ക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ. ഈ കാര്യം രാജാവിന് ബോധിച്ചു. അവൻ അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ ശൂശൻ രാജധാനിയിൽ ബെന്യാമീന്യനായ കീശിന്റെ മകനായ ശിമെയിയുടെ മകനായ യായീരിന്റെ മകൻ മൊർദെഖായി എന്നു പേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു. ബാബേൽ രാജാവ് നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ യെഖന്യാവോടുകൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. അവൻ തന്റെ ചീറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായകൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. അവരുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായി എടുത്തു. രാജാവിന്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂശൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേരിനെയും രാജധാനിയിലെ അന്തഃപുരപാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. ആ യുവതിയെ അവന് ബോധിച്ചു. അവളോട് പക്ഷം തോന്നി. അവൻ അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന 7 ബാല്യക്കാരത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരത്തികളെയും അന്തഃപുരത്തിലെ ഉത്തമമായ സ്ഥലത്താക്കി. എസ്തേർ തന്റെ ജാതിയും കുലവും അറിയിച്ചില്ല. അത് അറിയിക്കരുതെന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ എസ്തേരിന്റെ സുഖവർത്തമാനവും അവൾക്ക് എന്തെല്ലാമാകുമെന്നുള്ളത് അറിയേണ്ടതിന് മൊർദെഖായി ദിവസം പ്രതി അന്തഃപുരത്തിന്റെ മുറ്റത്തിനു മുമ്പാകെ നടന്നുകൊണ്ടിരുന്നു. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിനു വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മാസം മൂർത്തൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിനു വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണകാലം തികയും. ഓരോരുത്തർക്ക് അഹശ്വേരോശ് രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും. അന്തഃപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും. സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിന്റെ ഷണ്ഡനായി വെപ്പാട്ടികളുടെ പാലകനായ ശയസ്കന്റെ വിചാരണയിലുള്ള 2-ാമത്തെ അന്തഃപുരത്തിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്യും. രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞു വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാ. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ടെടുത്തിരുന്ന അവന്റെ ചീറ്റപ്പൻ അബീഹയേലിന്റെ മകളായ എസ്തേരിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തഃപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേരിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. അങ്ങനെ എസ്തേരിനെ അഹശ്വേരോശ് രാജാവിന്റെ വാഴ്ചയുടെ 7-ാം ആണ്ടിൽ തേബേത്ത് മാസമായ 10-ാം മാസത്തിൽ രാജധാനിയിൽ അവന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. രാജാവ് എസ്തേരിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ചു അവളെ വസ്തുയ്ക്ക് പകരം രാജ്ഞിയാക്കി. രാജാവ് തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തേരിന്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു. അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു. രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു. 2-ാം പ്രാവശ്യം കന്യകമാരെ ശേഖരിച്ചപ്പോൾ മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരുന്നിരുന്നു. മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തേർ തന്റെ കുലവും ജാതിയും അറിയിക്കാതെയിരുന്നു. എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു. ആ കാലത്ത് മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽക്കാവൽക്കാരിൽ രാജാവിന്റെ 2 ഷണ്ഡന്മാരായ ബിഗ്ധാനും തേരശും ക്രുദ്ധിച്ച് അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരം അന്വേഷിച്ചു. മൊർദെഖായി കാര്യമറിഞ്ഞു. എസ്തേർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തേർ അത് മൊർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. അന്വേഷണം ചെയ്താറെ കാര്യം സത്യമെന്ന് കണ്ടു അവരെ 2 പേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു. ഇത് രാജാവിന്റെ മുമ്പിൽ
ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിവെച്ചു.